ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഓംപ്ലേറ്റ് ആണ്. ചെറിയ സാധനം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ഓംപ്ലേറ്റ്. ചെറിയ കുട്ടികളൊക്കെ മുരിങ്ങയിലയൊക്കെ കഴിക്കാൻ വളരെ മടിയായിരിക്കുമല്ലോ. അതുകൊണ്ട് ഇതുപോലെ ഒരു ഓംപ്ലേറ്റ് തയ്യാറാക്കി നോക്കൂ. കഴിക്കാത്ത കുട്ടികൾ വരെ മുരിങ്ങയില ഇഷ്ടത്തോടെ കഴിക്കുന്നത് കാണാം. അതിന് ആവശ്യമായ സാധനങ്ങൾ: കുറച്ച് മുരിങ്ങയില, 3 മുട്ട, ഒരു ഉള്ളി, ചെറിയ ഒരു ഉള്ളി മതി, ഒരു ക്യാരറ്റ്, പിന്നെ 2 പച്ചമുളക്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതുപോലെ ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. ഇതുപോലെ ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക് നമുക്ക് ചെറിയൊരു പീസാക്കി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് വളരെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതിലാകുമ്പോൾ വളരെ നൈസായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 3 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മൂന്ന് മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ഈ തയ്യാറാക്കാൻ പോകുന്ന ഓംപ്ലേറ്റ് നിങ്ങൾക്ക് എന്ത് ഫുഡിൻ്റെ കൂടെ വേണമെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ബ്രെഡിൽ വെച്ച് സാൻഡ്വിച്ച് പോലെയോ അല്ല ചപ്പാത്തിയിൽ റോള് പോലെയോ ഒക്കെ കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇടാം. അതിന് മുമ്പായിട്ട് നമുക്ക് കഴുകി വെച്ച മുരിങ്ങയില ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് മുരിങ്ങയിലയും ഈ മിക്സും കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നോർമലായിട്ട് എഗ്ഗ് ഓംപ്ലേറ്റ് എല്ലാവരും തയ്യാറാക്കുന്നതല്ലേ, അതുപോലെ തന്നെ നമുക്കിതൊരു ഫ്രൈ പാനിലോ മറ്റേതെങ്കിലും പാത്രത്തിൽ വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ബട്ടറിലാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റിയായ ഒരു ഹെൽത്തി ഓംപ്ലേറ്റ് തന്നെയാണിത്. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ സാധിക്കും. കുട്ടികളും മടികൂടാണ്ട് ഇത് കഴിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.